പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ യേശു പറയുന്നുണ്ട്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. യേശു ഇത് പറഞ്ഞത് യേശുവിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. പരിശുദ്ധാത്മാവിനായി നാം ദാഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് സമൃദ്ധമായി നൽകുന്നതാണ്. ദൈവത്തിൻ്റെ ദാനമാണ് പരിശുദ്ധാത്മാവ്. സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ള മനുഷ്യൻ്റെ ദാഹം ശമിപ്പിക്കുവാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. റോമ 5:5 തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു എന്ന്. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ദൈവീക രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാകും. എന്നാൽ ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. ലോകത്തിൻ്റെ ചിന്തകളും മോഹങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം പരിശുദ്ധാത്മാവിന് എതിരാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും, പ്രത്യേകിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന അവസരത്തിൽ നിത്യസഹായകനായി പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം ഉണ്ടാകും. പാപഭംഗിലമായ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവ് സ്വർഗപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള കൃപ നൽകും. യേശു പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ നമ്മിൽ വലിയ മാറ്റമുണ്ടാകും. നമ്മുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ദൈവീകത ഉണ്ടായിരിക്കും. ക്രിസ്തുവിൻ്റെ മനോഭാവം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിനാൽ പരിശുദ്ധാത്മാവ് നിറവുണ്ടാകുവാനായിട്ടാണ് ദാഹത്തോടെ നാം പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.